വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 817th day. Today 39th sloka of Pradhamaskandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 817 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 39ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്ലോകം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 39ാമത്തെ ശ്ലോകം. കേവയം നാമരൂപാഭ്യാം യദുഭിഃ സഹ പാണ്ഡവാ ഭവതോ ദർശനം യർഹി ഋഷീകാണാമിവേശിതു. കേവയം നാമരൂപാഭ്യാം യദുഭിഃ സഹ പാണ്ഡവാ ഭവതോ ദർശനം യർഹി ഋഷീകാണാമിവേശിതു. ഓം തത്സത്. പദം പിരിക്കേണ്ടത് കേവയം നാമരൂപാഭ്യാം യദുഭി സഹ പാണ്ഡവാ ഭവത അദർശനം യർഹി ഋഷീകാണാം ഈശിതു ഇവ ഈശിതു. ഭവത അദർശനം യർഹി ഋഷീകാണാം ഇവ ഈശിതു. അങ്ങനെയാണ് രണ്ടാമത്തെ പദം പിരിക്കേണ്ടത്. ഋഷീകാണാം ഇന്ദ്രിയങ്ങളുടെ, ഈശിതു ഇവ സ്വാമിയുടേതുപോലെ, ഭവത അങ്ങയുടെ, അദർശനം യർഹി ദർശനമില്ലെങ്കിൽ, യദുഭി സഹ യദുക്കളോട് കൂടിയ, യദുക്കളോട് സഹ കൂടിയ, പാണ്ഡവ പാണ്ഡവന്മാരായ, വയം ഞങ്ങൾ, നാമരൂപാഭ്യാം നാമരൂപങ്ങൾ കൊണ്ട്, കേ ആരാണ്, കേവയം കേ ആരാണ്, അതായത് നിൻ്റെ ബന്ധുക്കളായിട്ടുള്ള യദുക്കൾ പ്രബലന്മാരാണ്, പുത്രന്മാരായിട്ടുള്ള പാണ്ഡവന്മാർ ശൂരന്മാരും സമർത്ഥരുമാണ്. പിന്നെ നിനക്ക് എന്തിനാണ് ദുഃഖം, നീ എന്തിനാണ് ദുഃഖിച്ച് പറയുന്നത് എന്നുള്ള ശങ്ക തീർക്കാൻ. അതായത് കുന്തിദേവിക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളുമുണ്ട്, മക്കളൊക്കെ പ്രബലന്മാരാണ്. അപ്പോൾ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ പോകുന്നതിന് ദുഃഖിക്കുന്നത് എന്നുള്ളതിന് കുന്തിദേവി പറയുകയാണ്, എന്തൊക്കെയുണ്ടായാലും അല്ലയോ കൃഷ്ണ, ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ജീവനില്ലെങ്കിൽ പിന്നെ നാമരൂപങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? കാണുവാൻ കണ്ണുണ്ടെങ്കിലും കണ്ണിന് കാഴ്ച നൽകുവാൻ ആ ജീവനില്ലെങ്കിൽ പിന്നെ കണ്ണുണ്ടായിട്ട് എന്താണ് കാര്യം? നാമങ്ങളോ രൂപങ്ങളോ ഒക്കെ മുന്നിലുണ്ടായാലും കണ്ണിന് കണ്ണാകുന്ന ആ പൊരുൾ, അതായത് കണ്ണിന് കണ്ണുമനമാകുന്ന കണ്ണ്, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ആണ് എല്ലാത്തിനും ചേതന നൽകുന്നത്. അങ്ങനെ ചേതന നൽകുന്ന ആ ഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താണ് കാര്യം? അതിശക്തന്മാരായ മക്കളും നാടും രാജ്യവും ഒക്കെ ഉണ്ടെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ ഇല്ലെങ്കിൽ അതിനൊന്നും ഒരു ഇതും മഹത്വവും ഇല്ല, അതുകൊണ്ടൊന്നും ഒരു നിലനിൽപ്പും ഇല്ല എന്ന് കുന്തിദേവി ഇവിടെ വ്യക്തമാക്കുകയാണ്. എന്ത് ഉണ്ടെങ്കിലും ആ ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഒന്നിനും ഒരു വിലയും നിലയും ഇല്ല. ആ ഭഗവാന്റെ കടാക്ഷമില്ലെങ്കിൽ പിന്നെ ഒന്നുകൊണ്ടും ഒരു കാര്യവുമില്ല എന്ന് ദേവി വളരെ വ്യക്തമായിട്ട് തൻ്റെ സ്തുതിയിൽ ഭഗവാനോട് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. കേവയം നാമരൂപാഭ്യാം യദുഭിഃ സഹ പാണ്ഡവാ ഭവതോ ദർശനം യർഹി
യുഷീകാണാമിവേശിതു. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.